ഇവിടെ ആ പയ്യന്റെ അച്ഛൻ ഒരു വീട്ടിലുള്ള സെപ്റ്റിക് ടാങ്ക് കൈ കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തു. ആ വീട്ടിലൊരു പഴയ സൈക്കിൾ കണ്ടു. ഇത് പയ്യന് വാങ്ങിക്കൊടുത്താൽ നല്ല സന്തോഷമാകുമെന്ന് തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലുള്ള ലേഡി വന്നു. ആദ്യം നീ ആ സൈക്കിളിൽ നിന്ന് കൈയെടുക്ക്. നീ തൊട്ടത് കൊണ്ട് ആ സൈക്കിൾ ഇനി ഫുള്ളായി ക്ലീൻ ചെയ്യണം. അയാൾക്ക് കൊടുക്കേണ്ട പണവും നിലത്താണ് വെച്ചത്. കൊടുത്തത് തന്നെ 50 രൂപയാണ്. അതിൽ നിന്ന് 20 രൂപ തിരിച്ചു തരാൻ പറഞ്ഞു. അവര് ക്യാഷ് കുറവാണെന്ന് പറഞ്ഞു നോക്കി. നീ ചെയ്ത ജോലിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞ് 20 രൂപ തിരിച്ചു വാങ്ങി. ഇപ്പൊ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ഇവർക്ക് മാത്രം വൃത്തികെട്ട കപ്പാണ് കൊടുത്തത്. ഇപ്പൊ ആ കപ്പിൽ നിന്ന് ചായ ലീക്കായി പോകുന്നത് കൊണ്ട് തന്നെ വേറൊരു ഗ്ലാസ് എടുക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ തൊട്ടതും ആ കടക്കാരന് ദേഷ്യം വന്ന് ഇവനെ തള്ളി നിലത്തേക്ക് ഇട്ട് നല്ല അടി കൊടുക്കാൻ തുടങ്ങി. ഈ പ്രശ്നം കൊണ്ട് തൊട്ടടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെയുള്ള ഡോക്ടർ ഇവരോട് നല്ല രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അയാൾ എന്തായിരുന്നു പ്രശ്നം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ചായ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു. ഇയാളും പേടിച്ചിട്ട് നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കുടിക്കുന്നതെന്ന് പറഞ്ഞ് ആ ചായ എടുത്തു കുടിച്ചു. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു. ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത് എന്ന് പറഞ്ഞു. ഇത് കേട്ട ആ പയ്യന്റെ അച്ഛനും വീട്ടിലേക്ക് എത്തിയതും വൈഫിന്റെ അടുത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്റെ പയ്യനെ എങ്ങനെയെങ്കിലും സ്കൂളിലേക്ക് വിട്ട് നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്ന് തീരുമാനമെടുത്തു. വേറൊരു സൈഡിൽ ഗുഡ്ലി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാടത്ത് കോലത്തിന്റെ മേലെ ഒരു യൂണിഫോം ഇട്ടിരിക്കുന്നത് കണ്ടു. ആ യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ ഒരു ദിവസം ഇതേപോലെ സ്കൂളിലേക്ക് വരുമെന്ന് പറഞ്ഞ് ആ യൂണിഫോം ഇട്ട് ആ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ക്ലാസ്സിൽ പോയി അവിടെയുള്ള ബുക്കെല്ലാം തൊട്ടുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന പ്രിൻസിപ്പാളിന്റെ അടുത്ത് അവന്റെ അച്ഛൻ വന്ന് എന്റെ മകനെ ഈ സ്കൂളിൽ ചേർക്കണമെന്ന് പറഞ്ഞു. നിന്റെ പയ്യനെ ഈ സ്കൂളിൽ ചേർക്കണോ? ഈ സ്കൂളിലുള്ള അഡ്മിഷൻ ഫീസ് എത്രയാണെന്ന് നിനക്കറിയാമോ? 3000 രൂപ. നിന്നെ കൊണ്ട് അത് തരാൻ പറ്റോ? ഞാൻ അതെങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തരാം. ആദ്യം നിങ്ങൾ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആദ്യം നീ പോയി ക്യാഷ് ഉണ്ടാക്കി വാ, അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞയച്ചു. അയാളും തിരിച്ചു വന്ന് കാല് വരെ പിടിക്കാൻ വന്നു. എന്നെ തൊടല്ല എന്ന് പറഞ്ഞ് ദൂരേക്ക് മാറ്റി എഴുന്നേൽക്കേ എന്ന് പറഞ്ഞു. ആദ്യം പോയി ക്യാഷ് ഉണ്ടാക്കി വാ, നിന്റെ പയ്യനെ ഞാൻ ചേർത്തോളാം എന്ന് പറഞ്ഞയച്ചു. അയാൾ പോയതിനു ശേഷം അവന്റെ പയ്യനൊക്കെ ആരാണ് സ്കൂളിൽ ചേർക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ആ പയ്യനക്ക് ദേഷ്യം വന്ന് ആ പ്രിൻസിപ്പളിലേക്ക് നോക്കി നീ ഒരു കളവ് പറയുന്നവരാണ്. എന്റെ അച്ഛനോട് നിങ്ങൾ നുണ പറഞ്ഞു. എന്റെ കയ്യിൽ ഇപ്പൊ യൂണിഫോം വരെ ഉണ്ട്, എന്നിട്ട് എന്നെ എന്താ ചേർക്കാത്തത് എന്ന് ചോദിച്ചു. അയാൾ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ നോക്കി. ആ പയ്യന് ദേഷ്യപ്പെട്ട് ഞാൻ പഠിക്കണം എന്ന് മാത്രമല്ല പറയുന്നത്, എന്നെ എന്താ സമ്മതിക്കാത്തത് എന്ന് ചോദിച്ചു.